ഇപ്പോൾ വടക്കനാട് മേഖലയാണ്. താത്തൂർ ഫോറസ്റ്റ് സെക്ഷനിലെ വടക്കനാട് മേഖലയിലാണ്, വനമേഖലയിലാണ്. നമുക്ക് കാണാം ഈ മുട്ടിക്കൊമ്പനെ കാണാം. ഇതാണ് ഏറെ നാളുകളായി ഒരു കർഷകനെ കൊന്ന, ഒരു മാസത്തിന് മുമ്പ് വടക്കനാട് മേഖലയിലെ കർഷകനായ രാജീവിനെ ആക്രമിച്ച് കൊന്ന മുട്ടിക്കൊമ്പനെ ഏറെ നാളത്തെ ശ്രമകരമായ ദൗത്യത്തിന് ശേഷം ഉറക്കമളച്ച് 12 ദിനം ഉറക്കമളച്ച് വനം വകുപ്പ് RRT സംഘം 87 അംഗ സംഘം അല്ലെങ്കിൽ വിവിധ മേഖലകളിലായി വിവിധ സേനകളായി തിരിഞ്ഞ് RRT സംഘവും വെറ്റിനറി സംഘവും ഒക്കെ തന്നെ ശ്രമകരമായി പിടിക്കാൻ ശ്രമിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ച വനം വകുപ്പ് ആക്രമിക്കാനെടുത്ത ആ മുട്ടിക്കൊമ്പനെയാണ് അങ്ങനെ കൊണ്ടുപോവുകയാണ്. മുട്ടിക്കൊമ്പനെ ഇപ്പോൾ കൃത്യമായ ഒരു അല്പസമയത്തിനുള്ളിൽ തന്നെ മുത്തങ്ങ ആനപ്പന്തിയിലേക്കാണ് എത്തിക്കുന്നത്. ഈ വടക്കനാട് ഈ മേഖലയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ആ മുത്തങ്ങ ആനപ്പന്തി. അല്പസമയത്തിനകം തന്നെ ഈ മുട്ടിക്കൊമ്പനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് കൃത്യമായി മയക്കുവെടി വെച്ച ശേഷം അതിന് പിന്നാലെ ആന്റിഡോട്ടും നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്നുള്ളത്. ഇപ്പോൾ ആ ഒരു ലോറിക്കുള്ളിൽ അതിനുവേണ്ടി സജ്ജീകരിച്ചിരിക്കുന്ന ആ ലോറിയാണ് കൃത്യമായി ശാന്തനായി തന്നെ നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഏറെ നാൾ കാട്ടാനക്കൂട്ടത്തോടൊപ്പം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വലിയ രീതിയിലുള്ള ഭീതി ഈ പ്രദേശവാസികൾക്കുള്ളിൽ ഭയം നിറച്ച ആ മുട്ടിക്കൊമ്പനെ ഈ മേഖലയിൽ നിന്നും അങ്ങനെ കൊണ്ടുപോവുകയാണ്. ഇനിയിപ്പോൾ ഈ വടക്കനാട് വാസികൾക്ക് സുഖമായി ഉറങ്ങാം, മറ്റൊരു കാട്ടാന ഇറങ്ങും വരെ എന്നുള്ളതൊക്കെയാണ് ഒരു ആശങ്ക സൃഷ്ടിക്കുന്നത്. എന്തായാലും നിലവിലെ ആശങ്ക ഒഴിച്ചുകൊണ്ട് വനം വകുപ്പിന്റെ വലിയ ദൗത്യം 12 ദിനം 13ാമത്തെ ദിനത്തിൽ ആ മുട്ടിക്കൊമ്പനെ പിടികൂടിയിരിക്കുന്നു. രാവിലെ 3:30 തുടങ്ങിയ ദൗത്യം 6 മണിയോടെ മയക്കുവെടി വെച്ചു. പിന്നീട് ശേഷം കൃത്യമായി ഈ മുട്ടിക്കൊമ്പനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് കൃത്യമായി നിലയുറപ്പിച്ചു. അത്തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച ശേഷം ഇനിയുള്ള നടപടിക്രമം എന്ന് പറയുന്നത് മുത്തങ്ങയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു മേഖലയിൽ നിന്ന് വളയ്ക്കാൻ ശ്രമിക്കുകയാണ്. വലിയ ഈ ഒരു ഭാരം എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും വലിയ അപകടങ്ങളൊന്നും സംഭവിക്കില്ല എന്ന് തന്നെ നമുക്ക് ആശ്വസിക്കാം. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഈ പല ഭാഗങ്ങളിലായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ 144 നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും തങ്ങളെ ഭയപ്പെടുത്തിയ, തങ്ങളെ ആക്രമിച്ച, തങ്ങൾക്ക് കൃഷിനാശം വരുത്തിയ ആ മുട്ടിക്കൊമ്പനെയായിരുന്നു ഇത്രയും നാളും നോക്കിക്കൊണ്ടിരുന്ന. ആ മുട്ടിക്കൊമ്പനെ പിടികൂടുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു വനം വകുപ്പിന് മുമ്പിലുണ്ടായിരുന്നത്. പ്രദേശവാസികളുടെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ ഒടുവിൽ ഇപ്പോൾ നിലവിൽ ഈ മുട്ടിക്കൊമ്പനെ ഈ വടക്കനാട് മേഖലയിൽ, ഈ ബത്തേരിയിലെ ഈ വടക്കനാട് മേഖലയിൽ നാശം വിതച്ച കർഷകനെ കൊന്ന ആ മുട്ടിക്കൊമ്പനെ പിടികൂടിയിരിക്കുന്നു.